ഹലോ, ചിഞ്ചൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നലെ ചെമ്പനീർ പൂവ് അവസാനിക്കുന്നത് രേവതിയും ഹൗസ് ഓണറും തമ്മിലുള്ള സംഭാഷണത്തിലാണല്ലോ. ഇന്നും അവരുടെ സംഭാഷണം തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് ഹൗസ് ഓണറുടെ ഭാര്യ പറയുന്നുണ്ട്, ഇനി എന്ത് വന്നാലും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒഴിയണം, എന്തായാലും നീ ഇപ്പം പോയിക്കോ എന്ന് രേവതിയോട് പറയണം. അത് കഴിഞ്ഞ് രേവതി നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് കയറുകയാണ് വീട്ടിലേക്ക്. അപ്പം ലക്ഷ്മിയും ദൈവവും വരികയാണ്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഞാനിപ്പം മാഷിൻ്റെ അടുത്ത് ഹൗസ് ഓണറുടെ അടുത്ത് പോയിട്ടുണ്ട്, അയാൾ എന്തായാലും വീട് ഒഴിയണം എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ദേവ് പറയും, എന്തിനാണ് ചേച്ചി അവിടെ പോയത്? എന്തായാലും മാഷ് ഞങ്ങളോടും പറഞ്ഞത് വീട് ഒഴിയണം എന്നാണ്, നമുക്ക് ഒഴിയാം, 2 ആഴ്ച സമയം തന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഒന്നും എന്നെ അറിയിക്കാത്തത്? ഞാനിവിടുന്ന് പോയാൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചെന്നാണോ? എന്നാലും നിങ്ങൾക്ക് എല്ലാം എന്നോടൊന്ന് പറയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇതൊന്നും പറഞ്ഞിട്ട്, അതായത് സച്ചിയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ദേവ് പറയുന്നുണ്ട്, ചേച്ചി ഏട്ടനുമായിട്ട് വഴക്കടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേവും ലക്ഷ്മിയും പറയാം, നമുക്ക് ഇവിടുന്ന് എന്തായാലും ഒഴിയാം, ആദ്യം നമുക്ക് ഇറക്കി വിട്ടപ്പം നമുക്ക് ഇങ്ങനെ വീടൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ലൊരു വീട് ഇനി കണ്ടെത്താം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ടല്ലോ, ശ്രുതിയാണ്. ശ്രുതി അവളുടെ ഫ്രണ്ടിന് മേക്കപ്പ് ചെയ്തു കൊടുക്കുകയാണ്, ഫേഷ്യൽ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് സ്നേഹം ഇത്രയും, ഈ ഫേഷ്യലൊക്കെ എനിക്ക് ചെയ്തു തരാൻ എന്താ നിനക്ക് ഇത്ര സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നത്, സ്നേഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നതും അത് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അത് എനിക്ക് ഗുണമുണ്ടാവുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ സ്നേഹം പിടിച്ചു നിന്നാൽ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴതാ ശ്രുതിയുടെ അമ്മ വിളിക്കുന്നുണ്ട് ഫോണിൽ. അപ്പം അങ്ങനെ ശ്രുതി അറ്റൻഡ് ചെയ്യാണ്. ഹലോ അമ്മേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അമ്മ കുറേ പ്രാരാബ്ദമൊക്കെ പറയുന്നുണ്ട്, മോളെ നീ എന്താ വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ കുറച്ച് വിഷമത്തോടെ ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു മോനുണ്ടായിരുന്നു, ശ്രുതിയുടെ അമ്മേൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ സംസാരിക്കുന്നുണ്ട്, ആൻറ്റി എന്താ വരാത്തത്, ആൻറ്റിയെ കാണാഞ്ഞിട്ട് ഒരു സന്തോഷവും ഇല്ല, ആൻറ്റി എന്നാ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ കോള് കട്ടാക്കാണ് അമ്മ. അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. അപ്പം പറയുന്നുണ്ട്, ഒന്നും പറ്റിയില്ല, നിൻ്റെ വീടിൻ്റെ റെൻറ്റ് ഞാൻ അടുത്ത മാസം തരാം എന്ന് ശ്രുതി പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ രേവതി നേരെ ചന്ദ്രമതി, അതായത് വീട്ടിലേക്ക് വരുന്നതാണ്. എന്നിട്ട് ചന്ദ്രമതിയും രേവതിയും തമ്മിലുള്ള സംസാരമാണ്. ചന്ദ്രമതി രേവതിയോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്, നീ എന്തിനാ ബാമയെ വിളിച്ചത്, നീ അങ്ങനെ ബാമയെ ഇനി മേലാൽ വിളിക്കരുത്, എൻ്റെ കാര്യത്തിൽ ഒന്നിലും ഇടപെട്ട് പോവരുത് എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി വളരെ ഒക്കെ കേട്ടിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ചന്ദ്രമതി പിന്നെയും പറയാണ്, ഇനി എങ്ങാനും എൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലോ ഇടപെട്ടാൽ നിൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എങ്ങനെ ഇല്ലാതാക്കുക, അമ്മ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മയെ പോലത്തെ സ്വഭാവമൊക്കെ അല്ലേ നിങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് രേവതിയുടെ വീട്ടുകാരെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ പറയണ്ടെന്ന്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ എന്നാൽ നീയും പറയണ്ട എന്നൊക്കെ ചന്ദ്രമതിയും പറയുന്നുണ്ട്. പിന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് ചെയ്യും, എന്നെയും എൻ്റെ ജീവിതവും തകർക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയും, ഞാനായിട്ട് നിന്നെയും നിൻ്റെ ജീവിതവും തകർക്കേണ്ട, നിൻ്റെ ജീവിതം നിന്നെ കല്യാണം കഴിച്ച ആ സച്ചി തകർത്തോളും, അത് കഴിഞ്ഞ് നീ തന്നെ നിൻ്റെ ജീവിതം തകർക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി വളരെ വിഷമത്തിൽ നിൽക്കാട്ടോ. അത് കേട്ടപ്പം പിന്നെ ലാസ്റ്റായിട്ട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ രേവതി വളരെ ഒരു ദേഷ്യത്തോടെ സച്ചി ഇങ്ങനെ മദ്യപിക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് രേവതി സച്ചിയോട് പോയി തർക്കിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വീട്ടുകാരെല്ലാം വഴിയാധാരാക്കിയിട്ട് നിങ്ങളെവിടെ സന്തോഷിക്കുകയാണോ, നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, അവരോട് ഈ 2 ആഴ്ച കഴിഞ്ഞാൽ വീട് ഒഴിയാൻ ഹൗസ് ഓണർ പറഞ്ഞു, നിങ്ങൾ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പം സച്ചി പറയും, ഞാൻ കാരണമല്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്നത്, അച്ഛൻ്റെ ഒരൊറ്റ നിർബന്ധ പ്രകാരമാണ് ഞാൻ വന്നത്,
അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് സച്ചിൻ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുള്ള ഒരു തർക്കാട്ടോ ഇന്നത്തെ ലാസ്റ്റ് സീന്. ഇനി മറ്റൊരു വീഡിയോയും വരുന്നവരെ ബൈ ബൈ.